വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൗഹർ. സഹോദരങ്ങളെ, ആരാണ് ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൗഹർ? ഇസ്ലാമിലെ ഒന്നാമത്തെ ഭരണാധികാരി ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായി ജനിച്ചു വന്ന ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇംഗ്ലണ്ടിൽ ചരിത്ര പ്രസിദ്ധമായ ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുകയാണ്. 1930 ഇംഗ്ലണ്ടിലേക്ക് ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ധീരനായ വിപ്ലവകാരി ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായ ജോർജ് അഞ്ചാമൻ, ആ ജോർജ് അഞ്ചാമിന്റെ കുഞ്ചിരോമം പിടിച്ചു കുലുക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി അവിടുന്ന് ഗർജിച്ചു, മിസ്റ്റർ ജോർജ്, ഐ വാണ്ട് ടു സസ്പെൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യ രാജ്യത്തിന്റെ സ്വതന്ത്രം വിട്ടുകിട്ടണമെന്ന് ഗർജിച്ച ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് അലി, 7 നാഴിക പോലും നടക്കാൻ കഴിയാത്ത ഞാൻ 7000 നാഴിക താണ്ടി ഇവിടെ വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് വെള്ളപ്പിശാചുക്കളെ നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ സൗന്ദര്യം കാണാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ സൗന്ദര്യം കണ്ടാസ്വദിക്കാൻ വേണ്ടിയല്ല വന്നിട്ടുള്ളത്. പിറന്നു വീണ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒന്നാമതായി ഇന്ത്യക്കാരനാണ്, രണ്ടാമതായി ഇന്ത്യക്കാരനാണ്, മൂന്നാമതായി ഇന്ത്യക്കാരനാണ്. ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒന്നാമതായി മുസ്ലിമാണ്, രണ്ടാമതായി മുസ്ലിമാണ്, മൂന്നാമതായി മുസ്ലിമാണ് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് അലി അവിടുന്ന് ഓർമ്മപ്പെടുത്തി, ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ 32 കോടി ജനങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ 32 കോടി ജനങ്ങളുണ്ട്. ആ 32 കോടി ജനങ്ങളെ വെടിവെക്കാനുള്ള മനോധൈര്യവും മനോകരുത്തും വെള്ളപ്പിശാചുകളെ നിങ്ങൾക്കുണ്ടോ? അവിടുന്ന് വെല്ലുവിളിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ. എന്നാൽ കേട്ടോ, ആ 32 കോടി ജനങ്ങളാകുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വെടിയുണ്ട, നിങ്ങളുടെ തോക്കിൽ നിന്ന് വരുന്ന വെടിയുണ്ടകളെ തടുക്കാനുള്ള മനക്കരുത്ത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ശരീരം കൊണ്ട് ഞങ്ങളുടെ വിരിമാർ കാണിക്കാനുള്ള മനക്കരുത്ത് ഞങ്ങൾക്കുണ്ട്, മനോധൈര്യം ഞങ്ങൾക്കുണ്ട്. വെടിവെക്കാനുള്ള മനക്കരുത്തും മനോധൈര്യവും ഞങ്ങൾക്കുണ്ടോ? അത് വാങ്ങാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വെടിയുണ്ടക്ക് മുമ്പിൽ സധൈര്യം വിരിമാറ് കാണിക്കാനുള്ള മനക്കരുത്തും ഞങ്ങൾക്കുണ്ട്. എന്നാൽ കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ ആദ്യം വെടിയുണ്ട വെക്കേണ്ടത് മുഹമ്മദ് അലിയാകുന്ന എന്റെ മാരണത്തിലേക്കാണ്. അതുകൊണ്ട് മാരണത്തിലേക്ക് വെടിയുണ്ട വരട്ടെ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ടവർ ബക്കിൻഹാം കൊട്ടാരത്തിന്റെ കരിങ്കൽ ഭിത്തികളെ കിടകിടാ വിറപ്പിച്ചുകൊണ്ട് ജോർജ് അഞ്ചാമിന്റെ മൂക്കിന്റെ നേരെ വിരൽ ചുണ്ടിക്കൊണ്ട് ഒന്നെങ്കിൽ ഇന്ത്യയുടെ മോചനം, അല്ലെങ്കിൽ നാരട മണ്ണി എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൗഹർ നമുക്ക് മറന്നുകൂടാ ആ മഹാൽ വ്യക്തിയെ. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, സഹോദരങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നതും രാജ്യസ്നേഹം ഇസ്ലാമിന്റെ ഭാഗമാണെന്നാണ്. അതുകൊണ്ടാണ് സൽഗുണരാജ്യത്തിന് വേണ്ടി തലപ്പാവതരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ തെരുവിൽ ഇറങ്ങുന്നത്. ഇതുപോലെയുള്ള നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദവും മതമൈത്രിയും ഊട്ടി ഉറപ്പിക്കണമെന്ന് തെരുവിലിറങ്ങി പ്രവർത്തിക്കുന്നതും പ്രഭാഷണം നടത്തുന്നതും ഇതിനു വേണ്ടിയാണ്. ഞങ്ങളുടെ മുൻഗാമികൾ ഇതുപോലെ തലപ്പാവ് ധരിച്ചു പള്ളിയുടെ അകത്തടത്തിൽ മതകാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ട് ഇന്ത്യ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അനുയായികളോട് പറഞ്ഞു പടക്കളത്തിലേക്ക് ചൊല്ലാൻ. വെള്ളപ്പിശാചുക്കളുടെ തോക്കിന്റെ മുമ്പിൽ സധൈര്യം പെരുമാറി കാണിക്കാൻ. അതുകൊണ്ടാണ് മലബാറിന്റെ മണ്ണിൽ തീച്ചോലകൾ ഉയർന്നപ്പോൾ മുസ്ലിം മക്കൾ പിടഞ്ഞു വീണ് മരിച്ചത്. അത് ഈ രാജ്യത്തിന് വേണ്ടിയായിരുന്നു. അബുൽ കലാം ആസാദ് ജീവിച്ചത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്, ഈ ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ടവർ അവിടെ ജയിൽ കിടക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട പത്നി രോഗശയിൽ ഇവിടെയും കിടക്കുകയാണ്. ആ പ്രിയപ്പെട്ട പത്നി ലോകത്തോടെ വിട പറയുന്ന സമയമെത്തിയപ്പോ അതേ ഇംഗ്ലണ്ടിലെ ജയിൽ കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അബുൽ കലാം ആസാദിന് ഒരു മെസ്സേജ് വന്നു. എന്താണ് മെസ്സേജ്? ഭാര്യ ലോകത്തോടെ വിട പറയുന്ന സമയമെത്തിയിട്ടുണ്ട്.
ഇംഗ്ലണ്ടിലെ വേണ്ടപ്പെട്ടവർ, ജയിൽ ഉദ്യോഗസ്ഥന്മാർ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, നാട്ടിലേക്ക് പോയിക്കോ. പക്ഷേ അബുൽ കലാം ആസാദ് പറഞ്ഞ മറുപടി നാം ശ്രദ്ധിക്കണം. എന്നോടൊപ്പം ജയിലടക്കപ്പെട്ട എല്ലാ ഇന്ത്യക്കാരെയും മോചിപ്പിക്കുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ലെന്ന് പറഞ്ഞ അബുൽ കലാം ആസാദിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇന്ത്യൻ മോചനത്തിന് വേണ്ടി ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ മുമ്പിൽ മാരടം കാണിച്ചു തീച്ചോലയിൽ ജ്വലിച്ചു നിന്ന ധീരരക്തസാക്ഷികൾ അനാവരണം ചെയ്യുമ്പോൾ ഈ സുദിനത്തിഞ്ഞങ്ങൾ വിളിച്ചു പറയുന്നു, രാജ്യത്തിൻ്റെ അഖണ്ഡതക്കെതിരായി, നാനാത്വത്തിൽ ഏകത്വമെന്ന സിദ്ധാന്തത്തിനെതിരായി എവിടെങ്കിലും ഒച്ചപ്പാടുകളോ അല്ലെങ്കിൽ വല്ല കുഴപ്പങ്ങളോ കാണുമ്പോൾ, അല്ലെങ്കിൽ അഖണ്ഡതക്ക് പോറലേൽക്കുമ്പോൾ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ നമുക്ക് കഴിയണം. അതാണ് സൗഹാർദ്ദം, അതാണ് മതമൈത്രി. അല്ലാതെ വരുമ്പോൾ അത് വർഗീയത ഉണ്ടാക്കും. അത് മുസ്ലിം തീവ്രവാദമാണെന്നോ, അല്ലെങ്കിൽ ഹൈന്ദവ തീവ്രവാദമാണെന്നോ, അല്ലെങ്കിൽ ക്രൈസ്തവ തീവ്രവാദമാണെന്നോ പറഞ്ഞാൽ അവിടെ വർഗീയത ഉണ്ടാകും. അതേ സമയത്തോ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, അവൻ രാജ്യദ്രോഹിയാണ്, അവൻ രാജ്യത്തിൻ്റെ അഖണ്ഡതക്ക് പോറലേൽപ്പിച്ചവനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശക്തി, ഒരു മനക്കരുത്ത്, ഒരു ധാരണ, ഒരു വിചാരം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. എൻ്റെ ഒക്കെ മുമ്പ് പ്രസംഗിച്ച നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ജോർജ് സാർ ഓർമ്മപ്പെടുത്തിയതുപോലെ നാം ഇന്ത്യക്കാരനാണ്. ഇന്ത്യ നമ്മുടേതാണ്, ഭാരതം നമ്മുടേതാണ്, അത് നമ്മുടെ അഭിമാനമാണ്. ഹിന്ദും മുസൽമാനും ക്രിസ്തവനും സിഖും ബ്രാസിയും അവർണനും സവർണനും തോളോട് തോൾ ചേർന്ന് വസിക്കുന്ന മഹത്തായ രാജ്യമാണ് കേരളം, മഹത്തായ രാജ്യമാണ് ഭാരതം. നമുക്കിടയിൽ മതസൗഹാർദ്ദവും മതമൈത്രിയും ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് നാം പ്രവർത്തിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, എൻ്റെ സൗണ്ട് കേൾക്കുന്ന നല്ലവരായ ജനങ്ങളോട് പറയുന്നു, അതിനു വേണ്ടിയാണ് മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുന്നത്, അതിനു വേണ്ടിയാണ് SYS പ്രവർത്തിക്കുന്നത്, അതിനു വേണ്ടിയാണ് SSF പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അമരക്കാരനായ ബഹുമാനപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട ശൈഖും ഉസ്താദ് കൂടിയായ സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ, കാലത്തിൻ്റെ കാവലാൾ, രാജ്യത്തിൻ്റെ മതമൈത്രിക്ക് വേണ്ടി ചെറുകൊള്ള യുവാവിനെ പോലെ മംഗലാപുരത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 2 യാത്ര നടത്തി മതമൈത്രിയും മതസൗഹാർദ്ദവും പ്രാക്ടിക്കലാക്കി കാണിച്ചു കൊടുത്ത ശൈഖുന കാന്തപുരം ഉസ്താദ് ജീവിക്കുന്നത് അതിന് വേണ്ടിയാണ് മർക്കസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സുന്ദരത്തിൽ മമ്പുറന്തങ്ങളെയും കുഞ്ഞാലിമരക്കാരിനെയും ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താനെയും നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മുടെ ജന്മരാജ്യത്ത് ജീവിക്കാൻ വൈദേശികർക്ക് കപ്പം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ലടാ നിനക്ക് കപ്പം തരാൻ എന്ന് പറഞ്ഞു സാഹിബിന്റെ മുഖത്തേക്ക് കേറുത്തുപ്പിയ ബഹുമാനപ്പെട്ട സയ്യിദുന അഷ്റഫുർ റസൂൽ ഉമർ ഖാദി വെളിയങ്കോട് നമുക്ക് മറക്കാൻ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം 70ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, 70ാമത് ആഘോഷിക്കുമ്പോൾ ഭരണശീല കേന്ദ്രമായ ഡൽഹിയിലും സംസ്ഥാന ഭരണകേന്ദ്രങ്ങളിലും ജില്ലാ ഭരണകേന്ദ്രങ്ങളിലുമൊക്കെ ഉല്ലാസത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നടുവിലാണ്. 70ാം ആണ്ട് പിന്നിടുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ചത്തുകിടക്കുന്ന ജീർണിച്ച പശുവിൻ്റെ വില പോലുമില്ലാത്ത ഒരു വിഭാഗം അടിസ്ഥാന വർഗം ഇവിടെ ജീവിക്കുന്നു എന്നത് വളരെ സങ്കടകരമാണ്. പത്രദോരങ്ങളിലും ദൃശ്യമീഡിയകളിലുമൊക്കെ ഭരണകേന്ദ്രങ്ങളിലുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദലിത് വർഗമെന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അവരും രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ എന്തേ ചിലവർക്ക് കഴിയാതെ പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ നാടായ ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും ഉത്തർപ്രദേശിലും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിനെ വേദനിപ്പിക്കുന്ന പീഡന കഥകൾ 70ാം ദിനം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പോറലേൽക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. നമ്മുടെ ഭരണഘടനാ ശില്പിയാകുന്ന ഡോക്ടർ അംബേദ്കർ, അതുപോലെ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന നാരായണൻ സാർ, ഇവർക്ക് ദരിദ്രരായിരുന്നു. ഇവർക്ക് ദരിദ്രരിൽ നിന്ന് ജീവിച്ചു വളർന്നു വലിയ വലിയ ആളുകളായി മാറിയതാണ്. ഇങ്ങനെയുള്ള ഇന്ത്യയിൽ സവർണരുടെ കാലിൻ്റെ അടിയിൽ ഞെരിഞ്ഞമറുന്ന അസഹ്യമായ പീഡനങ്ങൾ അനുഭവിക്കുകയാണ് ഈ പ്രിയപ്പെട്ടവർ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ
മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ കണ്ടൊരു വാർത്തയാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ദേവാലയത്തിൻ്റെ മുറ്റത്ത് കുടിവെള്ള പൈപ്പിലേക്ക്